530 പേരാണ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത്. 486 തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, 44 നിരീക്ഷകരും ഉൾപ്പെടെ അതിഥികളും ഉൾപ്പെടെ 530 പേരാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമാവുക. ആ കണക്കുകളാണ് നൽകിയത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതാക ജാഥ കോട്ടയം ജില്ലയിലാണ് ഇന്നലെ സ്വീകരണം അവസാനിപ്പിച്ചത്. അതെ, അവിടെ നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെടേണ്ടതുണ്ട്. അവിടെ നിന്ന് യാത്ര അയക്കുന്നത് സനോജ് സുരേന്ദ്രനാണ്. യെസ് സനോജ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. താങ്ക് യു. അപ്പോൾ ഇനി പതാക ജാഥ അവിടെ നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെടേണ്ടതുണ്ട്. സനോജ് അവിടെ നിന്ന് യാത്രയയപ്പ് നൽകണം. ഇന്നലെ എവിടെയായിരുന്നു പതാക ജാഥയുടെ അവസാന സ്വീകരണം? ഇന്നത്തെ വഴികൾ വളരെ വേഗത്തിൽ. യാത്രയെ സ്വീകരിച്ചു, ഇനി യാത്രയാക്കണം. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കടമ. അതിന് മുന്നേ മനു എന്നോട് ചോദിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു അനുഭവം, അതായത് ഈ മാധ്യമങ്ങളുടെ ഊഹാഭോഗങ്ങളെ സംബന്ധിച്ച് മനു ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനത്തിൽ കടുത്തുരുത്തിയിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ അന്ന് എസ്.എഫ്.യുടെ ഭാരവാഹി എന്ന നിലയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമ്മേളന കാലയളവിലാണ് ഈ കോട്ടയത്ത് നാഗമ്പടത്ത് ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് കട്ട വീണ് 2 കന്യാസ്ത്രീകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരെ പേര് പരാമർശിച്ചുകൊണ്ട് അന്നത്തെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ്. ഒരു നേതാവ് ഫ്ലാറ്റ് മാഫിയയ്ക്ക് വേണ്ടി നിലനിന്നു, മറ്റൊരു നേതാവ് കന്യാസ്ത്രീമാർക്ക് വേണ്ടി നിലനിന്നു. അങ്ങനെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് 3 ദിവസം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ നടന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഊഹാഭോഗങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഒപ്പം തന്നെ അന്ന് വി.എസും പിണറായിയും ഒക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പം ഗ്രൂപ്പ് യോഗം ചേരാൻ പോകുന്നുവെന്നാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമായിരുന്ന ഇന്ത്യ വിഷനിലെ ബ്രേക്കിംഗ് ന്യൂസായി പോയത്. അപ്പോൾ ആ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിൽ കന്യാസ്ത്രീ എന്നോ കട്ടയെന്നോ ഒരു വാക്ക് പോലും ഒരു പ്രതിനിധി സഖാവും ആ സമ്മേളനത്തിൽ ഉന്നയിച്ചില്ല. അപ്പോൾ ഇത്തരം ചർച്ചകൾ അവിടെ ഉണ്ടായി എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകളാണ് അന്ന് ബ്രേക്കിംഗ് ന്യൂസായി മാധ്യമങ്ങളിൽ നൽകിയത്. അത്തരത്തിലുള്ള വാർത്തകൾ ഈ സമ്മേളന കാലയളവിലും മാധ്യമങ്ങളിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ജില്ലയിൽ പതാക ജാഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ ആണ് തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലെ ജാഥയുടെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കി കോട്ടയം ജില്ലയിലേക്ക് ജാഥ പ്രവേശിച്ചത്. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു തീരാ നഷ്ടങ്ങളുണ്ട്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മരണപ്പെട്ടു. ഒപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു. അതുപോലെ തന്നെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് എ.വി. റസൽ മരണപ്പെട്ടിട്ട് വളരെ ചുരുക്കം ദിവസങ്ങളാകുന്നതേ ഉള്ളൂ. അങ്ങനെ സഖാവ് എ.വി. റസലിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന സമയത്താണ് ഈ പതാക ജാഥ ജില്ലയിൽ കടന്നു വരുന്നത്. സഖാവിൻ്റെ സാന്നിധ്യം മുൻനിരയിൽ നിന്നുകൊണ്ട് ആ പതാക ജാഥയെ സ്വീകരിക്കേണ്ട ഒരു സഖാവായിരുന്നു സഖാവ് എ.വി. റസൽ. ആ സഖാവിൻ്റെ അസാന്നിധ്യം ഇന്നലെ ഈ പതാക ജാഥയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഏറെ സങ്കടകരമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. എന്തായാലും പുതുവേലിയിൽ നിന്നും ഈ ജാഥയെ സ്വീകരിച്ച് ആ ജാഥയുടെ ആദ്യ സ്വീകരണ പോയിന്റ് ഏറ്റുമാനൂരിലായിരുന്നു. ദേവസ്വം മന്ത്രിയുടെ നാട്ടിലായിരുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് ഏറ്റുമാനൂരിൽ ജാഥയ്ക്ക് ലഭിച്ചത്. അവിടെ ചുരുങ്ങിയ ചില വാക്കുകളിൽ മാത്രമാണ്. കാരണം 1.5 മണിക്കൂറിലേറെ വൈകിയായിരുന്നു ജാഥ ഏറ്റുമാനൂരിൽ എത്തിച്ചേർന്നത്. പിന്നീട് അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയത്തേക്കെത്തി. കോട്ടയത്തും വലിയ തോതിലുള്ള ഒരു സ്വീകരണം ജാഥയ്ക്ക് നൽകി. ഈ സ്വീകരണത്തിന് ശേഷമാണ് ജില്ലയിലെ സമാപന വേദിയായിട്ടുള്ള ചങ്ങനാശ്ശേരിയിൽ, അതായത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ.വി. റസലിൻ്റെ സ്വന്തം നാട്ടിൽ ചങ്ങനാശ്ശേരിയിൽ ഈ പതാക ജാഥ എത്തി സമാപിക്കുന്നത്. അങ്ങനെ അവിടെയും ഊഷ്മളമായ സ്വീകരണം, ജില്ലയിലെ ഏറ്റവും മികച്ച സ്വീകരണം ചങ്ങനാശ്ശേരിയിലും ജാഥയ്ക്ക് ലഭിച്ചു. അതിനുശേഷമാണ് ഈ ജാഥ ഇന്നലെ അവസാനിച്ചത്. ഇന്നിപ്പോൾ ജാഥ ഇവിടെ നിന്നും യാത്രയാവുകയാണ്. വൈകുന്നേരത്തോടു കൂടിയാണ് കൊല്ലം ആശ്രാമം മൈതാനത്ത് ഈ ജാഥ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാകയുമായി എത്തിച്ചേരുന്നത്. ഇന്ന് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷം പതാക ജാഥ വൈകുന്നേരം സമാപിക്കും. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ് നയിക്കുന്ന ജാഥയാണ് ഈ ജില്ലയിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്ന് യാത്രയാവുന്നത്. മനു, ശരി. ഏതായാലും കോട്ടയത്ത് നിന്ന് വളരെ വേഗത്തിൽ ജാഥ കൊല്ലത്തേക്ക് എത്തുകയാണ്. 5 മണിയോടുകൂടി പതാക ഉയർത്തുന്നതിന് തൊട്ട് എത്തും. അപ്പോൾ അതിനൊരു ആവേശകരമായ ഒരു ജാഥകളെല്ലാം തന്നെ സംഗമിക്കും എന്നുള്ളതാണ്. കൊടിമര ജാഥ എത്തും, ദീപശിഖ ജാഥ എത്തിയിരിക്കുന്ന കൊല്ലത്തെ. അതിനോട് തന്നെ വലിയൊരു ആവേശത്തിലേക്ക് ഒരു ചെങ്കടലായി, എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ തന്നെ ചെങ്കടലായി മാറുന്നു കൊല്ലം എന്നുള്ള രീതിയിലേക്ക് തന്നെ കൊല്ലം മാറുകയാണ്.